ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ഒരു പുതിയ വർഷത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് പുതുക്കത്തിന്റെ അനുഭവത്തിൽ പുതിയ തീരുമാനങ്ങളോടും പുതിയ ദർശനങ്ങളോടും കൂടെ ജീവിക്കുവാൻ ഇടയാകണം. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നമ്മോട് കൂടെ ഇരുന്ന് പോകേണ്ടുന്ന പാതയിലൂടെ നമ്മെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനഘോഷണത്തിലേക്ക് കടക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം 3:2 യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ, ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്ന് വായിക്കുന്നു. 3 അധ്യായങ്ങളും 56 വാക്യങ്ങളുമുള്ള ഈ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം BC 512 മുതൽ 589 വരെയുള്ള അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ അനീതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ ദർശനത്തിന് നിശ്ചയിക്കപ്പെട്ട സമയത്തിന് തന്നെ അത് നടക്കും, അതുകൊണ്ട് ജനം ദുഷ്ടത വിട്ടൊഴിഞ്ഞ് ജീവിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു. 3-ാം അധ്യായം ഹബക്കൂക്കിന്റെ പ്രാർത്ഥനാ ഗീതമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും തന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായും കാണാം. നമ്മുടെ ജീവിതത്തിനും ആയുസ്സിനും ഒരു ആരംഭവും അവസാനവും ഉണ്ട്. ആണ്ടുകളുടെ മധ്യേ ജീവനില്ലാത്ത ഒരവസ്ഥ വന്നു ഭവിക്കാനുള്ള പ്രവണത ഉണ്ടാകാം. വെറും യാന്ത്രികമായി മാത്രം ആത്മീയത മാറാം. ആ സമയത്ത് ഹബക്കൂക്കിനെ പോലെ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ഭയഭക്തിയോടെ ആണ്ടുകളുടെ മധ്യത്തിൽ നമ്മുടെ പ്രവൃത്തിയെ പുനർജീവിപ്പിച്ച് ക്രോധത്തിങ്കൽ ദൈവത്തിന്റെ കരുണ നമ്മെ ഓർക്കാനായി നമുക്കും പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് നാം ജീവിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, പരിശുദ്ധാത്മാവിനാൽ ഞാൻ ജീവിക്കപ്പെടണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:69 ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വായിക്കുന്നു. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവിന്റെ അതേ ആത്മാവ് കൊണ്ട് തന്നെ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറയുന്നു. എസ്കേൽ 37-ാം അധ്യായത്തിൽ അസ്ഥി താഴ്വരയിലെ ഉണങ്ങി വരണ്ട അസ്ഥിയോട് പ്രവചിച്ചപ്പോൾ അവ ഒന്നിച്ചുകൂടി തൊക്കുകളാൽ പൊതിയപ്പെട്ട നിർജീവ മനുഷ്യ ശരീരമായി മാറി. എന്നാൽ അവയ്ക്ക് ജീവൻ വെച്ചത് പ്രവാചകന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശിയപ്പോഴാണ്. ഉൽപ്പത്തിയിൽ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ജീവൻ വെച്ചതുപോലെ ദൈവാത്മാവിന്റെ സ്പർശനം കൊണ്ട് നമ്മിലെ ഉണങ്ങി വരണ്ട അവസ്ഥ മാറ്റി വേരൂന്നി തളിർത്ത് പൂത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് നാം മാറണം. രണ്ടാമതായിട്ട്, ദൈവവചനത്താൽ നാം ജീവിപ്പിക്കപ്പെടണം. 119-ാം സങ്കീർത്തനം 25-ാം വാക്യം, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നും 119:50 നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത് കൊണ്ട് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്നും വായിക്കുന്നു. എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതുമാകുന്നു. നിരന്തരമായ വായനയിലൂടെയും കേൾവിയിലൂടെയും വചനം ജീവിതത്തിന്റെ ഭാഗമായി മാറണം. വചനം കയ്യിലുള്ള വ്യക്തി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ ഉറച്ചു നിൽക്കും. 119-ാം സങ്കീർത്തനം 148-ാം വാക്യത്തിൽ തിരുവചനം ധ്യാനത്തിനായിട്ട് ദാവീദ് യാമങ്ങളെ കാത്തിരുന്നതായി വായിക്കുന്നു. ഈ വചനത്തിനായുള്ള ദാഹം നമ്മിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ദൈവനാമത്താൽ നാം ജീവിപ്പിക്കപ്പെടണം. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. 143-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, യേശുവിന്റെ നാമം ഈ ലോകത്തിലുള്ള സകല നാമത്തിനും മീതെയും ഉയർത്തപ്പെട്ട നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെന്ന് ഫിലിപ്പിയർ 2:10 വായിക്കുന്നു. ഈ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് എന്നും തിരുവചനം സാക്ഷിക്കുന്നു. അതുകൊണ്ട് നാം മൃതാവസ്ഥയിൽ നിന്ന് ഉണർന്ന് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ നമുക്കിടയാകണം.
പ്രാർത്ഥനയിൽ ദൈവമഹത്വം ദർശിച്ച ഹബക്കൂക്ക് ദൈവത്തിൽ പൂർണ്ണമായി ശക്തി പ്രാപിച്ച് 3:17 വിളിച്ചു പറയുന്നത്, അത്തിവൃക്ഷം തളർത്തില്ലേലും മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലേലും ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലേലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലേലും ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വന്നാലും പതറിപ്പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉറച്ച തീരുമാനത്തോട് ജീവിക്കുവാൻ ഈ വചനകേൾവി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.